ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പി എച്ച് മീറ്റർ വാങ്ങിയതും അതിൻ്റെ ഒരു അൺബോക്സിംഗ് ഒക്കെ കാണിച്ചില്ലേന്നു. അപ്പോൾ അതിൻ്റെ കാലിബ്രേഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 3 പാക്കേജിങ് വരുന്നുണ്ട്. അതിൽ ഒരു പാക്കേജാണ് 6.686 PH ഉള്ളത്. അത് നമ്മൾ 250 ml ഡീഅയോണൈസ്ഡ് വാട്ടറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 6.86 തന്നെ കിട്ടുന്നുണ്ട്. അത് ഫസ്റ്റ് കാലിബ്രേഷൻ കഴിഞ്ഞു. പിന്നെ ഒന്ന് നല്ല ഡീഅയോണൈസ്ഡ് വാട്ടറിൽ ഒന്ന് റിൻസ് ചെയ്തതിന് ശേഷം അടുത്ത പാക്കേജ് എടുക്കുക. അടുത്ത പാക്കറ്റിൽ എനിക്ക് 4.00 ആണ് PH വരുന്നത്. അപ്പോൾ അതിലുള്ള പൗഡർ നമ്മൾ 250 ml വാട്ടറിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. കാലിബ്രേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ ഇതാ 4.00 തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കാലിബ്രേഷനും കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ പാക്കറ്റിലുള്ള പൗഡറും കൂടി ചെയ്യണം. അതിന് മുന്നേ ഒന്ന് റിൻസ് ചെയ്യുക. റിൻസ് ചെയ്തതിന് ശേഷം അടുത്ത പാക്കറ്റ് 250 ml അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്തിട്ടുണ്ട്, മിക്സ് ആക്കിയിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, എന്നാലും ഓക്കെയാണ്. ആദ്യം ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാലിബ്രേറ്റ് ചെയ്ത ആ സംഭവമാണ് വരുന്നത്. ഇവിടെ 6.86, പിന്നെ നോക്കുമ്പോൾ 4, പിന്നെ നോക്കുമ്പോൾ 9.18. അപ്പോൾ 3 നമുക്ക് കറക്റ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി സാധാരണ എന്താണ് PH നോക്കേണ്ടത് അങ്ങനത്തെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.